മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജി. അത് കേന്ദ്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള CSIR, ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയിട്ടുള്ള CSIR, അവരുടെ ഇന്നോവേഷനാണ് ഈ ഒരു ടെക്നോളജി. ഇതിന്റെ 17 പാറ്റൻസ് ഉള്ള കെമിക്കലും 7 പാറ്റൻസ് ഉള്ള ഇതിന്റെ മെഷീനും, 27 പാറ്റൻസ് ഉള്ള കെമിക്കലും 7 പാറ്റൻസും 34 പാറ്റന്റുകളുള്ള ഈ ഒരു ടെക്നോളജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു CSIR. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഡിഫറെന്റ് കമ്പനികൾക്കാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കാറുള്ളത്. എന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം കൊടുക്കുമ്പോൾ ഓരോരുത്തർക്ക് ആവശ്യക്കാർക്കൊക്കെ ടെക്നോളജി കൊടുക്കും. അവർക്കൊക്കെ ഇതിന്റെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യാം എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫറിങ്ങിനോട് നടന്നിട്ടുള്ളത്. ടെക്നോളജി ട്രാൻസ്ഫറിങ് എക്സ്ക്ലൂസീവ്ലി ഓൺലി ഫോർ us, നമുക്ക് മാത്രമുള്ളത്. എവിടെ? ലോകത്തിൽ ഇന്ന് 200ഓളം രാജ്യങ്ങളിൽ ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള റൈറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോ ഇത്തരത്തിലുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ടാറ്റ പോലെ റിലയൻസ് പോലുള്ള വലിയ ഗ്രൂപ്പുകൾക്ക് കിട്ടേണ്ട ഒരു പ്രൊജക്റ്റ് ആണ്. പക്ഷെ നമ്മളത് നമ്മളുടെ മിടുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മിടുക്ക്. ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഏകദേശം 5000ഓളം പേരുള്ള ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൾട്ട്, ഇവിടെ കൾച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആളുകളുള്ള ഒരു കമ്മ്യൂണിറ്റി എവിടെയുണ്ട്? ഒരു കല്യാണത്തിന് കൂടാനുള്ള ആൾക്കാർ ഇതോടെ ശരിയല്ലേ? ഇത് മുഴുവൻ ആൾക്കാരോട് വന്നാൽ 10-11 പോലും എത്തിയിട്ടില്ല. ഇവിടെ ഓരോരുത്തരുടെ അസൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് വരാൻ പറ്റുന്ന ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ 5000ഓളം പേരുള്ള ഒരു ഗ്രൂപ്പ്, ഒരു കൾട്ട് ഇവിടെ രൂപീകരിച്ചു കഴിഞ്ഞു. ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള, മാർക്കറ്റിങ്ങിന് തയ്യാറായിട്ടുള്ള, എന്തിനും പോന്ന കോടികൾ സമ്പാദിക്കണം എന്നുള്ള അല്ലെങ്കിൽ കോടീശ്വരന്മാരാവണം എന്നുള്ള ആഗ്രഹമായിട്ട് നിൽക്കുന്ന വലിയ ഇൻവെസ്റ്റേഴ്സിന്റെയും മാർക്കറ്റിംഗ് ടീമിന്റെയും ഒരു പിൻബലം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങളെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെ കാരണക്കാരാണ് നിങ്ങളാണ്. അപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൽ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് കൂടുതൽ പൈസ ഉള്ള, കോടികൾ കയ്യിലുള്ള കോടീശ്വരന്മാർക്കും ലക്ഷങ്ങൾ കയ്യിലുള്ള ലക്ഷപ്രഭുക്കൾക്കും കുറച്ച് പൈസ ഉള്ള സാധാരണക്കാർക്കും ഒന്നുമില്ലാത്ത അതിസാധാരണ